ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദൂസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ കുറേ വിചാരിക്കുന്നു പഴയന്നൂർ അമ്പലത്തിലേക്ക് ഒന്ന് പോകണം എന്ന് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതാ അമ്പലത്തിൽ പോകാനായി റെഡിയായി നിൽക്കുകയാണ്. അപ്പം ഞാനും ആദൂസും ഇവിടെ അടുത്ത വീട്ടിലൊരു ചേച്ചിയും കൊച്ചും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദൂസിൻ്റെ ഫ്രണ്ടാട്ടോ ഇത് അല്ലൂസ്. പഴയന്നൂർ കോഴി അമ്പലത്തിലോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോഴീനെ കണ്ടപ്പോൾ ആദൂസൊക്കെ അതിൻ്റെ പുറകെ ഓടും. ആദൂസ് അല്ലൂസും കൂടെ അവരെ പിടിക്കാൻ പോകുന്നതായിരുന്നു ഞങ്ങൾക്ക് വേണി പുറകെ ഓടലായിരുന്നു. അപ്പോൾ ഞങ്ങളത് തൊഴുത് അവിടെയൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് കോഴി നിറച്ചും കോഴികളുണ്ട്. എല്ലാവരും ഇങ്ങനെ നമ്മൾ ഓരോ വഴിപാടായിട്ട് ഇങ്ങനെ കൊടുക്കുന്നതാണ് കോഴീനെ, ചാത്തൻ കോഴികളെ അങ്ങനെ കൊടുക്കുന്നതാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നെല്ല് വാങ്ങിച്ചിട്ട് കോഴിക്കൊക്കെ കുറേ ഇട്ട് കൊടുത്തു. ആദൂസും അല്ലൂസൊക്കെ കൂടെ അങ്ങനെ ഒരു കോഴിക്ക് തീറ്റ കൊടുക്കലായിരുന്നു കേട്ടോ. കൈ നിറച്ച് കണ്ട കൈ നിറച്ച് കണ്ട അവര് കൊത്തി പോയി അപ്പോൾ നമ്മൾ ഉള്ളിൽ തൊഴുതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ശിവൻ്റെ അമ്പലം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ തൊഴുതിറങ്ങിയിട്ട് ശിവൻ്റെ അമ്പലത്തിലും കൂടി തൊഴുതിട്ടാണ് നമ്മൾ വരാറ്. അപ്പോൾ അവിടെ കയറി തൊഴുതു. അതിനുശേഷം നമ്മൾ കുറച്ച് കുളത്തിൻ്റെ അടുത്തൊക്കെ പോയി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആദൂസും അല്ലൂസും കൂടി നല്ല കളിയായിരുന്നു കേട്ടോ. നിറയെ സ്ഥലം ഉണ്ടല്ലോ അവിടെ. അപ്പോൾ അവിടെ രണ്ടുപേരും കൂടി ഒരേ ഓട്ടമായിരുന്നു. അതിൻ്റെ പുറകെ ഓടലാണ് നമ്മുടെ പണി. പിന്നെ ഞങ്ങൾ രാവിലത്തെ ഫുഡ് പുറത്തുനിന്നാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വിശപ്പുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അച്ഛനുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കഴിക്കാൻ കയറി. ആദൂസിന് ഇഡ്ഡലിയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ആദൂസിന് ഇഡ്ഡലി വാങ്ങിച്ചു കൊടുത്തു. ആദൂസിന് ആദ്യം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു മസാല ദോശയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് പച്ചക്കറിയും കുറച്ച് സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ കുറച്ച് പണിയൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അലക്കാനും തുടയ്ക്കാനും അങ്ങനെയൊക്കെ കുറച്ച് പണികളുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്ന് അങ്ങനെ കുറച്ച് പണികളൊക്കെ ഒരുക്കി. ആദൂസിനെ വന്നതും വേഗം ഉറക്കി കേട്ടോ. ആദൂസ് എണീറ്റിരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല, ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് അവൻ ഫുഡ് കഴിച്ചിട്ടാണല്ലോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ വന്നതും ഉറക്കി. ഒരു 11 മണിയായിട്ടോ ഞങ്ങൾ വരുന്ന സമയത്ത്. അന്ന് അവനെ ഉറക്കി. ഞാൻ അലക്കാൻ പോയി. കുറേ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ കനാലിലാണ് അലക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പണികളൊക്കെ ഒരുക്കി. അപ്പോഴത്തേക്ക് ഉച്ചയായി. ഉച്ചക്കലത്തെ ചോറും സാമ്പാറും അച്ചാറും കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു. അപ്പോഴേക്കും ആ ദിവസം എണീറ്റ് ഞാനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് എണീറ്റിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.